ശബരിമല സ്വർണ്ണക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ എല്ലാം ഭാവി തന്നെ എന്തായിരിക്കും? അവർക്കിനി ജയിലിലിടിഞ്ഞാലും പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത്. ഏതായാലും എന്തൊക്കെ കുറ്റം ചെയ്താലും ഞാനൊന്നും ഇപ്പോഴും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അകത്ത് കിടക്കുന്ന പ്രതികൾ പറയുന്നത്. അതായത് എന്റെ മടിയിൽ കനമില്ല എന്നുള്ള വാക്കുകൾ. ഇപ്പോൾ എൻ വാസു തനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി മുൻപ് ജീവിച്ചതുപോലെ തന്നെ ജീവിക്കാൻ സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്കാണ് ജാമ്യത്തിനായിട്ട് എൻ വാസു നീങ്ങുന്നത്. അതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഓരോരുത്തരായിട്ട് തന്റെ പങ്കാളികളൊക്കെ പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറെടുക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഒന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രം മതി എന്നുള്ള ചിന്ത തന്നെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾക്കെല്ലാം. എൻ വാസുവിന്റെ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അത് തന്നെയാണ്. കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഈ ഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു തരത്തിലും സ്വർണ്ണക്കൊള്ളയിൽ ഒരു പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും തന്നെ രക്ഷയില്ല എന്നുള്ള കാര്യം ബോധ്യമായിട്ടുണ്ട്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ വാസു സമീപിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളുകൾ എന്നിവിടങ്ങളിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു എന്ന കേസിൽ എൻ വാസുവിന്റെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെയും ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ഇതിന് പിന്നാലെയാണ് എൻ വാസു ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ശബരിമല കട്ടിളപ്പാളയിൽ സ്വർണം പൊതിഞ്ഞതായി രേഖകൾ ഇല്ലെന്നും എൻ വാസു കോടതിയെ അറിയിച്ചിരുന്നു. ദേവസ്വം രേഖകൾ സ്വർണം പൂശിയതോ പൊതിഞ്ഞതോ ഇല്ലെന്ന് വാസുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇത് കേട്ട കോടതി അങ്ങനെയെങ്കിൽ ഈ കേസ് തന്നെ ഇല്ലല്ലോ എന്ന് മറുപടി നൽകുകയായിരുന്നു. താൻ സ്വർണ്ണക്കവർച്ചയ്ക്ക് സഹായം ചെയ്തിട്ടില്ലെന്നും തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും വാസു അപ്പീലിൽ പറയുന്നു. കേസിന്റെ അന്വേഷണം അന്ത്യഘട്ടത്തിലാണെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും വസ്തുത പരിശോധിക്കാതെയാണ് തനിക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതെന്നും എൻ വാസു പറയുന്നു. 2019 നവംബർ മുതൽ 2 വർഷമാണ് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രവർത്തിച്ചത്. ഇതിനു മുൻപ് 2018 ഫെബ്രുവരി മുതൽ 2019 മാർച്ച് വരെ ദേവസ്വം കമ്മീഷണറായും പ്രവർത്തിച്ചു. ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ സ്വർണം പൂശാനായി കൈമാറിയ കേസിൽ 3ാം പ്രതിയാണ് എൻ വാസു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്നെഴുതാൻ കമ്മീഷണറായിരുന്ന എൻ വാസുവാണ് നിർദ്ദേശം നൽകിയതെന്നും SIT കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതി ചേർത്തത്. ശബരിമലയിൽ നിന്നുള്ള സ്വർണവും പൂജാവസ്തുക്കളും തിരുവനന്തപുരം UAE കോൺസുലേറ്റിലെ നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയെന്ന സാധ്യതയിൽ കൂടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുന്നത്. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്ന സ്വപ്ന സുരേഷ്, PS സരിത് എന്നിവരുടെ ഒത്താശയിൽ വിദേശത്ത് നിന്ന് നയതന്ത്ര പാഴ്സലിൽ തിരുവനന്തപുരം വിമാനത്താവള വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിൽ മാത്രമാണ് മുൻപ് അന്വേഷണം നടന്നത്. ഇതേ ചാനലിൽ വിദേശത്തേക്ക് പോയ പാഴ്സലുകളിൽ എന്തായിരുന്നു എന്ന് ഇന്നും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. ശബരിമല അടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ ആരാധനാലയങ്ങളിൽ നിന്ന് മോഷണം പോകുന്ന വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവമാണ് എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നതോടെയാണ് നയതന്ത്ര ചാനലിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ഏജൻസികൾ നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തിലെ അന്വേഷണ റിപ്പോർട്ടുകളും പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ എൻഫോഴ്സ്മെന്റ് പ്രിവന്റീവ് വിഭാഗങ്ങളാണ് പ്രാഥമിക വിവരാവകാശ ശേഖരണം നടത്തുന്നത്. തെളിവുകൾ ലഭിച്ച ED കേസ് രജിസ്റ്റർ ചെയ്യും. സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത പല ജീവനക്കാർക്കും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചതായും അവർ കോൺസുലേറ്റിൽ യഥേഷ്ടം കയറിയിറങ്ങി പാഴ്സലുകൾ അയച്ചതായും നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അന്നത്തെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ B സുനിൽകുമാർ ഇത് സംബന്ധിച്ച മൊഴി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ ഒപ്പും സീലും നിർബന്ധമാക്കിയിട്ടുള്ള നയതന്ത്ര ബാഗേജുകൾ പോലും അതിലല്ലാതെ ഗ്രീൻ ചാനൽ വഴി കടത്തിവിട്ടിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഏതായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പിച്ചതോടെ രാഷ്ട്രീയമായി അതിനെ അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങളാണ് LDF UDFും. LDFിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഇരട്ടി തലവേദനയാണ് ഉയർന്നിട്ടുള്ളത്. പ്രതിസന്ധികളിലെല്ലാം മറുപടി പറയണം. അത് വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ വേണം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചയാക്കാതിരിക്കാനുള്ള കരുതലായിരുന്നു LDF നടത്തിയത്. എന്നാൽ UDF ഇടതുപക്ഷത്തെ സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള വിഷയമാക്കിയാണ് ശബരിമലയാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന് CPM പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിലും അതാണെന്ന് പാർട്ടിയും സർക്കാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതോടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല UDFിനെതിരായി തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം 15-നകം പൂർത്തിയാക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഈ സമയത്തിൽ പൂർത്തിയാകാനുള്ള സാധ്യത കുറവാണ്. ഇടതുപക്ഷ ഭരണം കേസിൽ പ്രതിയായവർ CPM നേതാക്കൾ ചോദ്യം ചെയ്തിരിക്കുന്നതോ മുൻ ദേവസ്വം മന്ത്രി ചോദ്യം ചെയ്യാൻ വിളിച്ചതോ എല്ലാം LDFിനെ തിരിഞ്ഞുകൊത്തുന്ന ഘടകങ്ങളാണ്. ഇതിന്റെ ആഘാതം കുറയ്ക്കാനാണ് കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിയെ കണ്ടതിനെ സംശയത്തിൽ നിർത്തി മുഖ്യമന്ത്രി UDFിനെതിരെയുള്ള പ്രചാരണ നീക്കത്തിന് തുടക്കമിട്ടത്.
ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലുള്ള കാര്യങ്ങൾ അന്വേഷണമെന്ന് നേരത്തെ CPM ഉന്നയിക്കുകയും ചെയ്തതാണ്. പോറ്റിയെ സോണിയ കണ്ടത് അക്കാലത്താണെന്നതാണ് മുഖ്യമന്ത്രി നീട്ടിയെറിഞ്ഞ വാദത്തിന്റെ ഊന്നൽ. UDF കൺവീനറായ അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണി MPയുടെയും സാന്നിധ്യവും സംശയത്തിൽ നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. ഇരുവരും നൽകിയ വിശദീകരണത്തിൽ വ്യക്തതയില്ലാത്തത് UDF വാദത്തെ പരിങ്ങലിലാക്കുന്നുണ്ട്. UDF അത്ര ശുദ്ധമല്ലെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് LDF CPM നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. CPM നേതാക്കൾ പ്രതികളായി അകത്തു കിടക്കുന്നിടത്തോളം LDFന്റെ പ്രചാരണം ജനങ്ങൾ വിശ്വാസത്തിലെടുക്കില്ല എന്നതാണ് UDFന്റെ കണക്കുകൂട്ടൽ. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ ചാരന്മാരെ നിയോഗിച്ചെന്ന രീതിയിൽ സർക്കാരിനെ സംശയത്തിൽ നിർത്തുന്ന ആരോപണങ്ങളും ഘടിപ്പിച്ചു. CPM നേതാക്കളടക്കം പങ്കാളിയായി സ്വർണം കടത്തിയതിനേക്കാൾ വലിയ കുറ്റമായി സോണിയയ്ക്കൊപ്പമുള്ള ഫോട്ടോ മുഖ്യമന്ത്രി ഉയർത്തിക്കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരാത്വമാണെന്നാണ് അവരുടെ വാദം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ചർച്ച നടത്തിയില്ലേ എന്നാണ് UDFന്റെ മറുചോദ്യം. ഏതായാലും UDFന് ഇത് വീണ് കിട്ടിയ വലിയൊരു ആയുധമാണ്. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അതിനു മുന്നിൽ. അപ്പോഴും ഈ കോലാഹലങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ശബരിമല കൊള്ളയിലടക്കം കൂടുതൽ അന്വേഷണ ഏജൻസികൾ വരണമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ആവശ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള ഏത് രീതിയിലാണ് ഈ LDFനെയും UDFനെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും സോണിയാഗാന്ധിയെ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത് എന്നുള്ള ചോദ്യത്തിന് UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത് പ്രസാദം നൽകാനാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത്. നേരത്തെ സോണിയാഗാന്ധിയെ വിളിച്ച് അനുവാദം ചോദിച്ചിരുന്നു. അത് താൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് തലേ ദിവസം വന്ന് റൂം എടുത്തപ്പോൾ തന്നോട് അഭ്യർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് താൻ കൂടെ പോയത് എന്നുള്ളതാണ്. സോണിയാഗാന്ധി എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച അപ്പോയിന്റ്മെന്റ് എടുത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ സംസാരിച്ചത് എന്താണ്? പ്രസാദം എന്ന് പറയുമ്പോൾ ശബരിമലയിലെ പ്രസാദം അത് ജാതിമത ഭേദമന്യേ ആർക്കും കഴിക്കാം, ഉപയോഗിക്കാം, ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഹിന്ദു വിശ്വാസങ്ങൾ ഒരിക്കലും പിന്തുടരാത്ത രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് അത് 4 വോട്ടിന്റെ പേരിലാണെങ്കിൽ പോലും അവിടെ ഒന്ന് എത്തി നോക്കാത്ത അല്ലെങ്കിൽ ഒരു ഹിന്ദുക്കളുടെയും അമ്പലങ്ങളിലെയും പരിപാടികളിൽ പങ്കെടുക്കാത്ത സോണിയാഗാന്ധിക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ശബരിമല അയ്യപ്പനോട് ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നിയത്? അങ്ങനെ ഇഷ്ടവും സ്നേഹവും തോന്നിയാൽ പ്രസാദം കൊണ്ടുപോകേണ്ടത് പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ? അല്ല. ഒന്നുകിൽ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും UDFകാർക്കൊന്നും അവരാരും ഈശ്വര വിശ്വാസികൾ അല്ലാതിരിക്കില്ലല്ലോ. അവരൊക്കെ വിശ്വാസികളാണ്. അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ശബരിമലയിൽ പോകുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിൽ ഇപ്പൊ KC വേണുഗോപാലിന് അടക്കം വേണമെങ്കിൽ ശബരിമല പ്രസാദം വാങ്ങി സോണിയാഗാന്ധിക്ക് കൊണ്ടു കൊടുക്കാമല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അത് കൊണ്ടു കൊടുത്തതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് UDF തുറന്നു പറഞ്ഞേ മതിയാവും. അത് ചില ചരടിലോ ഏലസിലോ അല്ലെങ്കിൽ പ്രസാദത്തിലോ ഒതുങ്ങുന്നതല്ല എന്ന് അടൂർ പ്രകാശ് അടക്കം ആദ്യം മനസ്സിലാക്കിയാൽ നന്ന്. കേരളത്തിലെ ജനങ്ങളെ എല്ലാം വിഡ്ഢികളാക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന് LDFനും UDFനും ശബരിമല വിഷയത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആ പങ്ക് പിടിക്കപ്പെടാതിരിക്കാൻ മുഖ്യമന്ത്രി സോണിയയുടെ തലയിലിട്ടു, UDF സ്വപ്ന സുരേഷിന്റെ തലയിലിടുന്നു. അങ്ങനെ മൊത്തത്തിൽ ശബരിമലയിൽ ഇപ്പോ കേൾക്കാത്ത പേരുകളൊക്കെ കേട്ട് തുടങ്ങിയിരിക്കും. എന്തായാലും നയതന്ത്ര ചാനലുകൾ വഴി വരെ അയ്യപ്പനെ കടത്തിയോ? ഇതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ അതെങ്ങോട്ടാണ് പോയത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ആരൊക്കെ ഇതിൽ ഒത്താശ നൽകി അയ്യപ്പനെ കടൽ കടത്താൻ?